ഓം ശാന്തി. ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് രാമായണ കഥ നടക്കുന്ന 3 സ്ഥലങ്ങളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഈ ഓരോ സ്ഥലങ്ങളും നമുക്ക് എന്തൊക്കെ പാഠങ്ങളാണ് പഠിപ്പിച്ചു തരുന്നതെന്ന് നോക്കാം. രാമായണ കഥ ആരംഭിക്കുന്നത് എവിടെയാണ്? ഏത് രാജ്യത്തിലാണ് കഥ തുടങ്ങണത്? അയോധ്യയിൽ. അയോധ്യയിൽ കഥ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കണേ? രാമനും സീതയെല്ലാം കാട്ടിലേക്കാണ് പോണത് അല്ലേ? അവസാനം രാക്ഷസ രാജ്യത്തെത്തും, യുദ്ധം നടക്കും, രാവണനെ വധിക്കും. അതിനുശേഷം തിരിച്ചെവിടെ തന്നെ എത്തും? അയോധ്യയിലെത്തും. അപ്പൊ ഈ 3 സ്ഥലങ്ങളിലൂടെയുള്ള ഈ അയനം, രാമന്റെ ഈ അയനം, അയോധ്യയിൽ നിന്ന് കാട്ടിലേക്ക്, കാട്ടിൽ നിന്ന് അവസാനം രാക്ഷസ രാജ്യത്തിലെത്തി തിരിച്ച് അയോധ്യയിലേക്കുള്ള ഈ യാത്ര, രാമന്റെ ഈ അയനം, ആത്മാവാകുന്ന രാമന്റെ അയനമാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആത്മാവാകുന്ന രാമന്റെ ജീവിത യാത്ര. അത് 5 കാണ്ഡങ്ങളായിട്ടാണ് അവതരിപ്പിക്കുന്നത് രാമായണം. കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒന്നാമത്തെ കാണ്ഡം ഏതാണ്? ബാലകാണ്ഡം. രണ്ടാമത്തേത് ആരണ്യകാണ്ഡം. മൂന്നാമത്തേത് കിഷ്കിന്ധാകാണ്ഡം. 4-മത്തേത് സുന്ദരകാണ്ഡം. 5-മത്തേത് യുദ്ധകാണ്ഡം. അപ്പൊ ഈ 5 കാണ്ഡങ്ങളിലൂടെ കഥ പോകുമ്പോൾ ഈ 3 സ്ഥലങ്ങളിലാണ് കഥ നടക്കുന്നതായിട്ട് കാണിക്കണം, മുഴുവൻ രാമകഥയും. അതിൽ ആദ്യത്തേത് ബാലകാണ്ഡം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ബാലകാണ്ഡത്തില് രാമൻ അയോധ്യയിലെ ജീവിതം, അതിനുശേഷം ജനകരാജ്യം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അയോധ്യ രാജ്യത്തെ സംഭവങ്ങളും ജനകരാജ്യത്തിൽ നടക്കുന്ന സംഭവങ്ങളും എല്ലാം നമ്മൾ നോക്കിയാൽ അവിടെ ജീവിതയാത്ര, ശ്രീരാമന്റെയും ശ്രീ സീതയുടെയും എല്ലാം ജീവിതം, കുമാരന്മാരുടെ എല്ലാം ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സുഖവും ശാന്തിയും സന്തോഷവും സമ്പന്നവും ഐശ്വര്യപൂർണമായ യാത്രയാണ്. അപ്പൊ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 കാണ്ഡങ്ങളിലൂടെ അവതരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതയാത്ര, ചതുർയുഗങ്ങളിലൂടെ എങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയാകുന്ന നാടകശാലയിൽ ജീവിതയാത്ര നടത്തിയത്. ചതുർയുഗങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ചതുർയുഗം? ചതുർയുഗം ഏതൊക്കെയാണ്? സത്യുഗം അല്ലെങ്കിൽ കൃതയുഗം. 2-മത്തേത് ത്രേതായുഗം. 3-മത്തേത് ദ്വാപരയുഗം. 4-മത്തേത് കലിയുഗം. ഇപ്പൊ നമ്മളെല്ലാവരും എവിടെയാണ് എത്തിയിരിക്കണേ? കലിയുഗത്തില്. അപ്പൊ ഈ 4 യുഗങ്ങളിലൂടെ കാലചക്രം എന്നാ പറയാം. കാലചക്രം, അതായത് നമ്മുടെ ജീവിതയാത്ര, ജനന മരണ ചക്രത്തിലൂടെയുള്ള നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് സത്യ, ത്രേത, ദ്വാപര, കലിയുഗങ്ങളിലൂടെയാണ്. കലിയുഗത്തിന്റെ ലാസ്റ്റില് കൽപ്പാന്തകാലം എന്ന് പറയും അല്ലേ? അപ്പൊ ഈ 4 യുഗങ്ങളെയും കൂടെ ചേർത്ത് പറയുന്നതാണ് ഒരു കൽപ്പം. അപ്പൊ ഈ 4 യുഗങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 5 കാണ്ഡങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ. ഈ 4 യുഗങ്ങളിലെ നമ്മുടെ ജീവിതയാത്രയെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. ആദ്യം ബാലകാണ്ഡം. ബാലകാണ്ഡത്തിൽ കാണുന്ന സുഖവും സന്തോഷവും ഐശ്വര്യപൂർണവുമായ അയോധ്യ രാജ്യവും ജനകരാജ്യവും, അതായത് ദൈവീകമായ ജീവിതം. ശ്രീരാമന്റെയും ശ്രീ സീതയുടെ എല്ലാം ജീവിതം ദൈവീകമാണ്. ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്തിരുന്ന സമയമാണ്. കാരണം എന്താണ്? ആത്മഭാവമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആത്മാവാണ്, ശുദ്ധ ചൈതന്യ ആത്മാവാണ് എന്നുള്ള ആ ബോധത്തില് ആത്മാവിന്റെ മുഴുവൻ വെളിച്ചവും സദോ ഗുണങ്ങളും 7 ഗുണങ്ങളും അതിൻ്റെ 100%, ആത്മാവിന്റെ സമ്പൂർണ്ണ ഊർജം, ഏറ്റവും ഹയർ കോൺഷ്യസ്നെസ്സില് പറയാറുണ്ടല്ലോ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ, ആര്യ കാലഘട്ടം എന്ന് പറയില്ലേ, ആര്യന്മാര്, ശ്രേഷ്ഠ ജീവിത കാലഘട്ടം, നമ്മുടെ ഏറ്റവും സദോ ഗുണിയായിരുന്ന ജീവിതം, നമ്മുടെ ഏറ്റവും ഉയർന്ന ഊർജത്തിന്റെ നിലവാരം ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ജീവിതത്തിൽ സർവ്വ ഗുണങ്ങളും സർവശക്തികളും നിറഞ്ഞ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സർവ്വഗുണസമ്പന്നരായിട്ട്, സമ്പൂർണ്ണ നിർവികാരികളായിട്ട്, 16 കലാ സമ്പൂർണരായിട്ട്, മര്യാദാ പുരുഷോത്തമനായിട്ട്,
ഡബിൾ അഹിംസകരായി ദേവന്മാരും ദേവിമാരും എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തെ അറിയപ്പെട്ടിരുന്നു. അപ്പൊ സത്യത്രേതായുഗത്തിലെ ആ ജീവിതമാണ് ശരിക്കും ബാലകാണ്ഡത്തിലൂടെ നമുക്ക് കാണാൻ പറ്റണം. സർവശ്രേഷ്ഠ ജീവിതം, ശുദ്ധ ആത്മബോധമല്ലേ. രഥത്തില് രഥിയാണെന്ന ബോധത്തിൽ ജീവിച്ചു, അതുകൊണ്ട് ഇരുട്ടില്ല. രഥിയുടെ വെളിച്ചം മാത്രം, ആത്മാവിലെ ഗുണങ്ങളുടെ പ്രകാശമാണ് കാണുന്നത്. ആ ജീവിതത്തിൽ നമ്മൾ നോക്കിയ ധർമ്മത്തിലിരുന്നാണ് കർമ്മം എല്ലാവരിലും. ഈ സത്യത്രേത ദ്വാപരക്കലി 4 യുഗങ്ങളിലെയും കൂടെ ജീവിതയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ത്രേതായുഗത്തില് ഒരു രാജകുടുംബത്തിന്റെ കഥയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു യുഗത്തിലെ കഥ ഒരു കുടുംബത്തിലെ കഥയായിട്ട് കാണിക്കണേ. യഥാർത്ഥത്തിൽ ഒരു ആത്മാവാകുന്ന രാമനെ സംബന്ധിച്ച് നോക്കിയാൽ 4 യുഗങ്ങളിലൂടെയുള്ള നമ്മുടെ ജീവിതയാത്രയാണ്. സത്യത്രേതായുഗത്തിന് ശേഷം എന്താ സംഭവിക്കണേ? ബാലകാണ്ഡം കഴിഞ്ഞ അടുത്തത് ആരണ്യകാണ്ഡം, കാട്ടിലേക്ക് പോവാണ്. രാമൻ കാട്ടിലേക്ക് പോവാ, ധർമ്മം കാട് കയറുകയാണ്. ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ് വ്യക്തികൾ. അതായത് സത്യത്രേതായുഗത്തിൽ ധർമ്മത്തിലിരുന്ന് ജീവിച്ച നമ്മള്, ആത്മബോധത്തിൽ ജീവിച്ചിരുന്ന നമ്മള് ദ്വാപരയുഗം ആകുമ്പോഴേക്കും എന്താ സംഭവിക്കണേ? കാടത്ത ജീവിതം, ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു. അപ്പൊ ദുർനടപ്പുകൾ തുടങ്ങി. അതാണ് കാട്ടിൽ കയറിയതും ആദ്യം വരുന്നത് ആരാണ് ഇവരുടെ മുന്നിലേക്ക്? ശൂർപ്പണഖയാണ്. ശൂർപ്പണഖ ആരാ? ദുർനടപ്പുകാരി. അപ്പൊ മനുഷ്യ ജീവിതത്തില് ദുർനടപ്പുകള്, ദുസ്വഭാവങ്ങള്, ദുർവികാരങ്ങള്, ദുശീലങ്ങളുടെ എല്ലാം തുടക്കം. കാരണം ആത്മാവാണെന്ന ബോധം പോയി, ഡ്രൈവറാണെന്ന ബോധം പോയിട്ട് ഞാൻ വണ്ടിയാണ്, സ്ത്രീയാണ്, പുരുഷനാണ്. അതാണ് ദുർനടപ്പ്. കാമം, പിന്നെ ക്രോധം, പിന്നെ ആർത്തി, അഹങ്കാരം, അസൂയ, എല്ലാ ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളും ദുശീലങ്ങളും എന്ത് ചെയ്യാണ്? നമ്മുടെ ഉള്ളിലേക്ക് ദുർനടപ്പുകൾ തുടങ്ങി. ദുർനടപ്പുകൾ തുടങ്ങിയപ്പോൾ എന്തായി? സീത പതുക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധർമ്മം കാട്ടിലേക്ക് പോയതും ഈ ദുർനടപ്പുകളുടെ കൂട്ടത്തില് സീതയുടെ അടുത്തേക്ക് ആരാ വരണേ? മരീചൻ വരെയാണ്, സ്വർണമാൻ വരെയാണ്. മരീചൻ, ചതിയൻ, ചതികൾ ജീവിതത്തിൽ സംഭവിക്കുക. അതായത് ആത്മാക്കളാകുന്ന നമ്മൾ സീതമാരെയൊക്കെ ചതിയിൽ പെടാൻ തുടങ്ങി. ദുർനടപ്പുകൾ കാരണം ചതിക്കപ്പെടാൻ തുടങ്ങി. മരീചനാരെയാണ്? സ്വർണമാന്റെ രൂപത്തിൽ വന്നിരിക്കുകയാണ്, ചതിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പൊ ചതിയന്മാര് വരികയാണ്. ചതികൾ, സ്വയം ചതിക്കപ്പെടുകയും മറ്റുള്ളവരെ ചതിക്കുകയും ചെയ്യുന്ന സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരാൻ തുടങ്ങി. അതോടുകൂടി പതുക്കെ എന്ത് ചെയ്തു? സ്വർണമാൻ വന്നിട്ട് ആരെ നഷ്ടപ്പെടുക? സീതയെ നഷ്ടപ്പെടുക. സീതാർത്ഥം പരിശുദ്ധി. അപ്പൊ ഈ ദുർനടപ്പുകളാണ് നമ്മുടെ പരിശുദ്ധിയെ, വെളിച്ചത്തെ, സദ്ഗുണങ്ങളെ ഇല്ലാണ്ടാക്കിയത്. അതാണ് കാടത്ത ജീവിതം. അതാണ് ആരണ്യകാണ്ഡത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ദ്വാപരയുഗം മുതലുള്ള നമ്മുടെ ജീവിതം. അതായത് ഒരു കോൺഷ്യസ് ഷിഫ്റ്റാണ് നമ്മളവിടെ കാണുന്നത്. സത്യത്രേതായുഗത്തിൽ ജീവിതയാത്രയിൽ ആത്മബോധം ഉണ്ടായിരുന്ന വ്യക്തിക്ക്, പക്ഷേ ദ്വാപരയുഗം മുതൽ ജീവിതയാത്രയിൽ എന്ത് സംഭവിച്ചു? ആത്മബോധത്തിൽ നിന്ന് നമ്മൾ ശരീരമാണെന്ന ബോധത്തിലേക്ക്. വണ്ടിയുണ്ട്, ഡ്രൈവറും ഉണ്ട്, പക്ഷെ വണ്ടിയാണെന്ന ബോധം വന്നു, ഡ്രൈവറാണെന്ന ബോധം പോയി. അപ്പൊ സ്ത്രീ, പുരുഷൻ, ജാതി, മതം, എല്ലാ തരത്തിലുള്ള ബോഡി കോൺഷ്യസ്നെസ്, ഈഗോ കോൺഷ്യസ്നെസ്, അഹംഭാവങ്ങൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങി. അതാണ് കാടത്തത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. കാട്ടിൽ പോയി സീതയെ നഷ്ടപ്പെട്ടു, പരിശുദ്ധി പോയി ജീവിതത്തിൽ നിന്ന്. ശുദ്ധി പോയപ്പോൾ എന്തായി? ദുഃഖം വരാൻ തുടങ്ങി. അതോടുകൂടി രാമനിരുന്ന് കരയാണ് സീതയെ നഷ്ടപ്പെടുമ്പോൾ, അല്ലേ? അതായത് ആത്മാവാകുന്ന രാമന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധി പോയപ്പോൾ ദ്വാപരയുഗം മുതലാണ് ദുഃഖം, കരച്ചില്, വിഷമങ്ങള്, സങ്കടങ്ങൾ തുടങ്ങുന്നത്. സങ്കടം തുടങ്ങുമ്പോൾ പിന്നെ എന്താ ചെയ്യണേ? സീതയെ തിരിച്ചെടുക്കണം. സീതയെ തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പരമാത്മാവാകുന്ന രാമന്റെ സഹായം നമുക്ക് വേണം. അപ്പം മുതലാണ് നമ്മുടെ ഭക്തി തുടങ്ങുന്നത്. അതുവരെ സത്യത്രേതായുഗത്തിൽ നമ്മൾ നോക്കിയാൽ നമ്മൾ സ്വയം ദേവന്മാരെ പോലെ, ദേവിമാരെ പോലെ, ദൈവിക ഗുണവാന്മാരായിട്ട്, പൂജ്യരായിട്ടാണ് ജീവിച്ചത്, ശ്രേഷ്ഠാചാരികളായിട്ടാണ് ജീവിച്ചത്. ദ്വാപരയുഗം മുതൽ ദുഃഖവും അശാന്തിയും വന്നപ്പോൾ, നമ്മുടെ പ്രകാശം കുറഞ്ഞപ്പോൾ ആരിലാണോ പൂർണ്ണ പ്രകാശം ഉള്ളത്, ആ അല്ലെ പൂർണ്ണ പ്രകാശം ആരിലാണ് ഉള്ളത്? ഒരു കുറവുമില്ലാതെ നിറവോടുകൂടി പ്രകാശമുള്ളത് ഒരു പരമേശ്വരനിൽ മാത്രമാണ്. അതുകൊണ്ടാണ് സീതയെ കിട്ടുന്നതിന് മുമ്പ് പരമേശ്വരനെ പൂജിക്കുകയാണ്, പരമേശ്വരന് ശക്തി എടുക്കുകയാണ്. പരിശുദ്ധി പോയി, പരിശുദ്ധിയെ തിരിച്ചു കിട്ടണമെങ്കിൽ ആരുമായിട്ട് കണക്ഷൻ വേണം? സർവശക്തിവാനായ പരമാത്മാവുമായിട്ട് കണക്ഷൻ വേണം. അപ്പോഴാണ് ദ്വാപരയുഗം മുതൽ നമ്മുടെ ഭക്തി ആരംഭിക്കുന്നത്.
ക്ഷേത്രം, പൂജ, ഭക്തി ഇതെല്ലാം തുടങ്ങണ അപ്പോഴാണ്. അല്ലാതെ കലാകലങ്ങളായിട്ട് നമ്മൾ ഭക്തി ചെയ്തതല്ല. സത്യത്രേതേകത്തിൽ ഭക്തിയുടെ ആവശ്യമില്ല. കാരണം അവിടെ എല്ലാം നമ്മൾ ദൈവത്തിന്റെ പ്രതിമൂർത്തികളായിട്ടാണ് ജീവിച്ചത്, ധർമ്മത്തിന്റെ പ്രതിമൂർത്തികളായിട്ടാണ് ജീവിച്ചത്. ധർമ്മം നഷ്ടപ്പെട്ടപ്പോഴാണ് നമുക്ക് എന്തായി? ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച കർമ്മങ്ങളാണ് വികർമ്മങ്ങളായത്. വികർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കാൻ തുടങ്ങി. ദുഃഖം വന്നപ്പോഴാണ് നമ്മൾ ഈശ്വരനെ വിളിക്കാൻ ആരംഭിച്ചത്. അപ്പൊ ഭക്തി തുടങ്ങുകയാണ് ദ്വാപരയുഗം മുതൽ. ശിവപൂജ, ദേവീദേവന്മാരുടെ പൂജ. പിന്നീട് എന്താ സംഭവിക്കണേ? സീതയെ അന്വേഷിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ സീതയെ കണ്ടുപിടിക്കാൻ കുരങ്ങന്മാരുടെ സഹായം വേണം. കിഷ്കിന്ധ രാജ്യത്തിലേക്ക് എത്തുകയാണ്. അതാണ് കിഷ്കിന്ധ കാണ്ഡം. അരണ്യകാണ്ഡത്തിന് ശേഷം കിഷ്കിന്ധ കാണ്ഡത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? കുരങ്ങന്മാരൊരു പ്രത്യേക കുരങ്ങന്മാരാ അല്ലേ? ഉടുപ്പൊക്കെ ഇട്ട കുരങ്ങന്മാര്. അത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഡ്രസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് മനുഷ്യരെ പോലെ ഡ്രസ് ചെയ്ത കുരങ്ങന്മാര്. എന്നിട്ട് സംസാരിക്കുന്നതോ മനുഷ്യരെ പോലെയുള്ള സംസാരിക്കുന്ന കുരങ്ങന്മാര്. അതാണ് രാമായണത്തിൽ കാണിക്കുന്നത്. അത് തന്നെ ഒരു വണ്ടർഫുൾ സീനാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു സാധാരണ കുരങ്ങന്റെ കാര്യമല്ല. ആരുടെ കാര്യമാണ്? മനുഷ്യ കുലത്തിന്റെ കാര്യമാണ്. കുരങ്ങ് സ്വഭാവത്തിലേക്ക് പോയി. നമ്മൾ നോക്കിയിരുന്ന രൂപം മനുഷ്യന്റെയാ, പക്ഷെ ഭാവം, സ്വഭാവം, പെരുമാറ്റം കുരങ്ങ് സ്വഭാവം. മനസ്സിനെ കുറിച്ച് പറയില്ലേ? മനസ്സിങ്ങനെ ചഞ്ചല ചിത്രമാണ്. കുരങ്ങനെ പോലെ മനസ്സ് പറയും. ചഞ്ചലത, ചാഞ്ചല്യം. എന്തിന്റെ പിന്നാലെ ചഞ്ചലത? ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ചഞ്ചലപ്പെടാൻ തുടങ്ങി. ആ ചഞ്ചല ചിത്തമായ മനസ്സുള്ള മനുഷ്യന്റെ അവസ്ഥയാണ് നമുക്ക് കിഷ്കിന്ധ രാജ്യമായിട്ട് കാണിച്ചു തരുന്നത്. അങ്ങനെ ദ്വാപരയുഗത്തില് ഈ കുരങ്ങ് ജീവിതത്തിലൂടെ കുരങ്ങ് സമാന സ്വഭാവങ്ങള് ആദ്യം ആരായിരുന്നു? സത്യത്രേതയുഗത്തില് ബാലകാണ്ഡത്തില് നോക്കിയ ദേവന്മാര്, ദേവിമാര്, സ്വയം പൂജ്യര്. പക്ഷെ ദ്വാപരയുഗം മുതൽ എന്തായി? നമ്മളുടെ ആ ദൈവിക ഗുണങ്ങള്, ക്ഷേത്രത്തിലിരിക്കാൻ യോഗ്യരായവര്. പക്ഷെ പിന്നീട് എന്തായി? മനുഷ്യന്റെ രൂപവും ഭാവവും ഒക്കെ വികാരി സ്വഭാവങ്ങള്. അതിനുശേഷം ഈ കിഷ്കിന്ധ കാണ്ഡത്തിന് ശേഷം അടുത്തത് എന്താ കാണിക്കുന്നത്? സുന്ദരകാന്ഡാണ്. സുന്ദരകാന്ഡം എന്ന് പറയുന്നത് ഒരു ചെറിയ കാണ്ഡമാണ്. അതിൽ ഹനുമാൻ സമുദ്ര ലംഘനം നടത്തി സീതയെ കണ്ടെത്താനുള്ള വീരപരാക്രമങ്ങളെ കുറിച്ചാണ് കിഷ്കിന്ധ കാണ്ഡത്തിൽ മുഴുവൻ. ഹനുമാന്റെ ഹൃദയത്തിൽ ആരാ? രാമനാണ്. അപ്പൊ രാമദൂതാണ് അവിടെ കാണുന്നത്. രാമന്റെ ദൂതുമായിട്ട് പോണ ഹനുമാനെ നമുക്ക് അവിടെ കാണാം. അതിന് ശേഷമുള്ളത് അടുത്തതാണ്, ലാസ്റ്റ് കാണ്ഡമാണ് യുദ്ധകാന്ഡം. അപ്പൊ സീതയെ അന്വേഷിക്കണമെങ്കിൽ, സീതയെ തിരിച്ചു കിട്ടണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും, നമുക്ക് ഓരോ ഹനുമാന്മാരുടെയും ഹൃദയത്തിൽ രാമൻ വേണം. ഈശ്വരൻ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ, ഈശ്വരീയത, ആധ്യാത്മികത നമ്മളിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ നമുക്ക് ഈ സമുദ്ര ലംഘനം നടത്താൻ പറ്റൂ. കലിയുഗി സംസാര സാഗരം നമുക്ക് കടക്കണമെങ്കിൽ, ഈ വികാരി ലോകത്തിൽ നിന്ന് കടന്ന് പരിശുദ്ധി തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണം? പരമാത്മാ രാമന്റെ സഹായം തീർച്ചയായിട്ടും വേണം. അങ്ങനെ അവസാനം എവിടെ എത്തും? രാക്ഷസ രാജ്യത്തിലെത്തും. അതാണ് ലാസ്റ്റ് കാണ്ഡം. ലാസ്റ്റ് കാണ്ഡം ഏതാണ്? യുദ്ധകാന്ഡം. രാവണനെ വധിക്കണം. രാവണനെ വധിച്ചാലേ സീതയെ മോചിപ്പിക്കപ്പെടുള്ളൂ. അപ്പൊ നമ്മൾ ഓരോ ആത്മാവും സീതമാരാണ്, പരിശുദ്ധിയോടുകൂടി വന്നവര്. ഇപ്പൊ ആരുടെ പിടിയില്ല? രാവണൻ 10 തലയല്ലേ? ആ 10 തല എന്താണ്? ഓരോ ദുർവികാരങ്ങളാണ്. സ്ത്രീയിലെയും പുരുഷനിലും ഉള്ള ദുർവികാരങ്ങളുടെ ഭാവമാണത്. കാമം, ക്രോധം, ലോഭം, മോഹം, അഹങ്കാരം, അല്ലേ? അസൂയ, വിദ്വേഷം, മതമത്സര്യങ്ങൾ, നമ്മുടെ ഉള്ളിലെ ആ ദുർവികാരം, ഓരോ വികാരത്തെ ഓരോ തലയായിട്ട് കാണിച്ചിരിക്കുക. അത് സ്ത്രീയിലാണെങ്കിലും പുരുഷനിലാണെങ്കിലും എന്തുണ്ട്? ഈ 5 ദുർവികാരമുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും രാവണ തലകളുമായിട്ട് ജീവിക്കുകയാണെന്നർത്ഥം. എവിടെ? കലിയുഗത്തില്, കൽപ്പാന്തകാലത്തില്. ഈ രാവണ തലകൾ കാരണം എപ്പോഴും യുദ്ധമാണ്. നമ്മുടെ ഉള്ളിൽ യുദ്ധമാണ്. നമ്മുടെ മനസ്സിന് എന്തെല്ലാം സംഘർഷങ്ങളാ, മനസ്സിൽ എന്തെല്ലാം അസ്വസ്ഥതകളാ. ഇന്നിപ്പോ ഓരോ ദിവസം എല്ലാവരും നോക്കിക്കോളൂ, മനസ്സെത്ര മൂഡ് ഓഫ്. മുഖം കണ്ടാ അറിയാം. ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളിലൊരു കടലെരമ്പുന്നത് ഓരോ മുഖങ്ങളിൽ കാണാൻ പറ്റും. അത്ര സംഘർഷങ്ങളാണ് മനസ്സുകൾക്കുള്ളിൽ. ഇപ്പൊ പൈസയുണ്ട്, വീടുണ്ട്, സൗകര്യമുണ്ട്. രാവണ രാജ്യം നോക്കി അങ്ങനെയല്ലേ? വലിയ രാജ്യം ലങ്ക, സ്വർണ്ണ കൊട്ടാരങ്ങളും എല്ലാ സൗകര്യവും ഉണ്ട്, സർവ്വസാധനവും ഉണ്ട്. പക്ഷെ അതിനുള്ളിൽ നോക്കിയാൽ സീത ദുഃഖിതയാ. അതിന്റെ അർത്ഥം എന്താ?
വീടിന് വീടുണ്ട്, പൈസയ്ക്ക് പൈസയുണ്ട്, എല്ലാ സാധനവും സാമഗ്രിയൊക്കെ ഇന്നുണ്ട്. പക്ഷെ ആത്മാക്കളാകുന്ന സീതമാര് നോക്കിയെന്ന് ദുഃഖിതരാ. കാരണം എന്താ? നമ്മളൊക്കെ രാവണന്റെ പിടിയിൽ പെട്ടുപോയി. അപ്പൊ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? രാവണത്വം ഇല്ലാണ്ടാക്കണം. ഓരോ തലകളെയും മറക്കണം, നിഗ്രഹിക്കണം, ഇല്ലാണ്ടാക്കണം. അതിന് നമുക്ക് ആരുടെ സഹായം വേണം? സർവശക്തിവാനായ രാമന്റെ സഹായം ഉപയോഗിച്ച് ഈശ്വരൻ നമുക്ക് നൽകുന്ന ജ്ഞാനം. ആദ്യം നമുക്ക് വേണ്ട ജ്ഞാനത്താൽ ബോധവാനാകണം. എൻ്റെ ഉള്ളിൽ ഈ രാവണത്തലകളുണ്ട്, രാക്ഷസീയ സ്വഭാവങ്ങളുണ്ട്. ദൈവിക സ്വഭാവത്തോടെ യാത്ര ആരംഭിച്ചു, പിന്നെ കുരങ്ങ് സ്വഭാവം, ഇപ്പൊ എവിടെ എത്തി? രാക്ഷസ സ്വഭാവങ്ങൾ. അപ്പൊ ഇതേതാണ്? ദേവഗണം, മനുഷ്യഗണം, അസുരഗണം. അപ്പൊ ഈ യാത്രയാണ് നമ്മുടെ ആത്മാവാകുന്ന രാമന്റെ യാത്ര. അപ്പൊ യാത്ര ചെയ്തപ്പോ നമ്മൾ എവിടെ എത്തി? കലിയുഗത്തിന്റെ അന്തിമത്തിലെത്തി, രാക്ഷസ രാജ്യത്തിലെത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ജയിക്കണം. ഈ തലകളെ അറുക്കാനാണ് നമുക്ക് എന്താവശ്യം? സത്സംഗത്തിന്റെ ആവശ്യം. അവിടെയാണ് ഈ പാരായണത്തിന്, രാമായണ മാസത്തിന്റെ ആചരണത്തിനെല്ലാം മഹത്വം. ഇവിടെ നമുക്ക് പരമാത്മാ രാമന്റെ സഹായത്തോടെ രാവണനെ വധിച്ച് ജയിക്കണം. നമുക്ക് സ്വയം ജയിച്ചാൽ പോരാ, നമുക്ക് ഓരോരുത്തരും ഹനുമാന്മാരെ പോലെ ആകണം. ഹനുമാന്റെ ജോലി എന്താണ്? രാമദൂതുമായിട്ട് പോവുക. നമുക്ക് ഓരോരുത്തരും ഹനുമാന്മാരായിട്ട് എന്തൊക്കെ തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നാൽ, ഹനുമാനെ കണ്ടിട്ടില്ല, എന്തൊക്കെ തടസ്സങ്ങളാ രാമദൂതിന് പോകുമ്പോൾ. അപ്പൊ നമുക്കും ജീവിതയാത്രയിൽ നമ്മൾ നന്നാവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പല വിഘ്നവും വരും. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് സ്വയവും ജയിക്കണം, മറ്റുള്ളവരെ ജയിക്കാൻ സഹായിക്കുകയും വേണം. അതാണ് സുന്ദരകാന്ഡം. ആ സുന്ദര നിമിഷങ്ങളാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. കൽപ്പത്തിന്റെ ഈ അവസാന സമയം, ഈ കാലം, ശരിക്കും യുഗങ്ങൾ 4ആണ്: സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗത്തിന്റെ ഈ അവസാന സമയത്ത് ഒരു സുന്ദര കാണ്ഡം നടക്കുകയാണ് ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ. ഏറ്റവും സുന്ദര നിമിഷമാണിത്. ഈ നിമിഷത്തിന്റെ പ്രത്യേകത എന്താണ്? സ്വയം പരമാത്മാവാകുന്ന രാമൻ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. ഭഗവാൻ വന്നിട്ട് രാമദൂത്, രാമ സന്ദേശം നമുക്ക് തരിക. എന്നിട്ട് ഈശ്വരനോടൊപ്പം നമുക്ക് ജീവിക്കാനും രാവണന്റെ പിടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്തെ പുരുഷോത്തമ സംഗമയുഗം എന്നാ പറയാ. സംഗമവേളയാണിത്. ആത്മാക്കളാകുന്ന നമുക്ക് രാമന്മാർക്ക് എല്ലാവർക്കും, എല്ലാ ആത്മാവിനും പരമാത്മാവാകുന്ന സീതയുമായിട്ട് വീണ്ടും സംഗമിക്കാനുള്ള ടൈമാണ്. അതാണ് ഈ സംഗമം. സംഗമവേളയാണിത്. കൽപ്പാന്ത്യവേളയാണ്, കലിയുഗമാണ്. പക്ഷെ ഇപ്പൊ ഭഗവാൻ ഭൂമിയിൽ വന്ന് നമുക്ക് ജ്ഞാനം തരുന്ന ഒരു സമയമാണ്. ഈ ജ്ഞാനം നേടി നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യണം? സശക്തരാകണം. സ്വന്തം ജീവിതത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കണം. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ, നമ്മുടെ ഉള്ളിലുള്ള രാവണത്വത്തെ ജയിക്കാൻ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ നമ്മളെവിടെയാണോ അതിനെയെല്ലാം ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാപ്തരാകണം. ആ സുന്ദര നിമിഷങ്ങളാണിത്. അപ്പോൾ നമ്മുടെ സുന്ദര കാണ്ഡമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ രാമായണ മാസം തന്നെ നമുക്ക് ഈ സത്സംഗം ഭഗവാൻ തന്നത് എന്തിനാണ്? ഈ സുന്ദരകാണ്ഡത്തിലൂടെ യാത്ര ചെയ്യാൻ, ഭഗവാന്റെ കൂട്ടുകെട്ട് ഉപയോഗിച്ച് അല്ലേ, ഈ ജ്ഞാനത്തിന്റെ വെളിച്ചം ഉള്ളിലേക്ക് എടുക്കണം. ധ്യാനത്തിലിരുന്ന് നമ്മുടെ ഉള്ളിലെ ശക്തികളെ തിരിച്ചറിയണം. ഹനുമാൻ അങ്ങനെയല്ലേ ചെയ്തേ? തൻ്റെ ശക്തികളെ തിരിച്ചറിഞ്ഞ് സമുദ്രലംഘനം നടത്താൻ പറ്റും. അതിനുള്ള സമയമാണിത്. അപ്പം നമ്മളിപ്പോൾ എവിടെ എല്ലാവരും എത്തി നിൽക്കണേ? ചതുർയുഗങ്ങളിലൂടെ യാത്ര ചെയ്ത് ഇത് സംഗമവേളയാണ്. ഇപ്പൊ പുരുഷോത്തമരാകണം, ഉത്തമ പുരുഷനാകണം. ആരെ പോലെ? ശ്രീരാമചന്ദ്രനെ പോലെ പുരുഷോത്തമനായിട്ട് മാറാനുള്ള സമയം. അങ്ങനെയെങ്കിൽ നമുക്ക് തിരിച്ച് അയോധ്യയിലെത്താം. അയോധ്യയുടെ അർത്ഥം എന്താണ്? യോദ്ധാക്കളില്ലാത്ത സ്ഥലം. യോദ്ധാക്കളില്ലാത്ത യുദ്ധം ഇല്ല. മനസ്സിലെ യുദ്ധമെല്ലാം മാറി, കുടുംബ യുദ്ധങ്ങളെല്ലാം മാറി, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന എല്ലാ യുദ്ധങ്ങളും ഇല്ലാണ്ടായി. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് പ്രശാന്താകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ യുദ്ധമില്ലാത്ത സ്ഥലമാകും. ഓരോ വീടും സ്വർഗമാകും. അയോധ്യയായി. അപ്പോൾ ഓരോ വീടുകളും സ്വർഗസമാനായി അയോധ്യയായപ്പോൾ എന്താ? നമ്മുടെ സമൂഹം അയോധ്യ രാജ്യമായിട്ട് മാറി, നമ്മുടെ രാജ്യം അയോധ്യയായിട്ട് മാറി, നമ്മുടെ ലോകം. അങ്ങനെയുള്ള രാജ്യങ്ങൾ ചേരുമ്പോൾ നമ്മുടെ ലോകം എന്തായി? അയോധ്യ. സുഖവും ശാന്തിയും സന്തോഷവും, ഹെൽത്തി, വെൽത്തി, ഹാപ്പി ലൈഫ്. ഈ ജീവിതയാത്രയാണ് നമുക്ക് ഈ 5 കാണ്ഡങ്ങളിൽ ദർശിക്കാൻ പറ്റണം. അപ്പോൾ ഒരു നിമിഷം നമുക്ക് ഈ ആത്മാരാമൻ്റെ ചതുർയുഗങ്ങളിലൂടെയുള്ള യാത്ര അന്തരാത്മാവിലൂടെ ഒന്ന് നടത്താം.
ഭഗവത് സന്നിധാനത്തിൽ നീ ഭൂമിയിൽ വന്ന് സത്യത്രേത ദ്വാപര കലിയുഗങ്ങളിലൂടെ ചതുർയുഗങ്ങളിലൂടെ ഭൂമിയാകുന്ന ഈ രംഗവേദിയിൽ ജീവിത നാടകം അഭിനയിക്കുകയാണ്. ഇപ്പോൾ കൽപ്പാന്തകാലമെത്തി, സംഗമവേളയാണ്. പുരുഷോത്തമനായി മാറാനുള്ള യുഗമാണ്, സമയമാണ്. ചതുർയുഗങ്ങളും സംഗമയുഗമാകുന്ന ഈ കൽപ്പാന്തവേളയും ഭൂമിയാകുന്ന ഈ നാടകശാലയിൽ ആത്മാവാകുന്ന രാമൻ്റെ ഈ ജീവിത അയനമാണ് 5 ഖണ്ഡങ്ങളിലൂടെ. ബാലകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം. ഈ 5 ഖണ്ഡങ്ങളിലൂടെ രാമായണ കഥയായി, രാമതത്വങ്ങളായി നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഉണരുകയാണ്. ജ്ഞാനപ്രകാശം എന്നെ ബോധവാനാക്കുന്നു. സത്യത്രേതയുഗത്തിൽ ജീവിതം അയോധ്യയായിരുന്നു. സുഖവും ശാന്തിയും സന്തോഷവും സമ്പത്തും നിറഞ്ഞ്, സദോഗുണി വെളിച്ചം നിറഞ്ഞ് സുന്ദരമായ ജീവിതം. സ്വയം പൂജ്യർ, ദേവനെന്നും ദേവിയെന്നും അറിയപ്പെട്ട ദൈവിക ഗുണങ്ങൾ നിറഞ്ഞ ജീവിതം. ധർമ്മത്തിലിരുന്ന് കർമ്മം ചെയ്തിരുന്ന കാലം. ദ്വാപരം മുതൽ ധർമ്മം കാടുകയറി, ദുർനടപ്പുകൾ തുടങ്ങി. കുരങ്ങന്മാരെ പോലെ ചഞ്ചലചിത്ത സ്വഭാവങ്ങൾ ആരംഭിച്ചു. ദ്വാപരത്തിന് ശേഷം കലിയുഗം എത്തിയപ്പോഴേക്കും രാക്ഷസ രാജ്യത്തിലെത്തി. രാവണ രാജ്യത്തിൽ കുരങ്ങ സ്വഭാവവും മാറി. മനുഷ്യൻ്റെ ഉള്ളിൽ രാക്ഷസീയമായ ഭാവങ്ങൾ, സ്വഭാവങ്ങൾ, അക്രമങ്ങളും അനീതികളുമെല്ലാം അതിൻ്റെ മൂർധന്യഭാവത്തിൽ. കൽപ്പാന്തകാലം, കലിയുഗം ഈ രാക്ഷസീയ സ്വഭാവങ്ങളാൽ ആത്മാവിനെ തമോ ഗുണിയാക്കി. ഈ ഇരുട്ടിൽ നിന്ന് കാലചക്രം ഉരുളുമ്പോൾ കലിയുഗത്തിന് ശേഷം അടുത്ത യുഗം സത്യുഗമാണ്. സദോഗുണി കാലമാണ്. അയോധ്യയിലേക്ക് മടങ്ങാനുള്ള സമയം. ഈ കൽപ്പാന്തവേള ആത്മാവാകുന്ന എനിക്ക്, സീതയായ എനിക്ക് പരമാത്മാവാകുന്ന രാമനുമായി പുനഃസംഗമ സമയമാണ്. ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ പരിശുദ്ധി തിരിച്ചു നേടി സുഖവും ശാന്തിയും നിറഞ്ഞ് ജീവിതത്തിലേക്കുള്ള മടക്കയാത്രയുടെ വേളയാണ് പുരുഷോത്തമ സംഗമ യുഗം. ഉത്തമ പുരുഷനാകാനുള്ള സമയമാണിത്. അതുകൊണ്ടാണ് ഈ രാമായണ മാസം പുരുഷോത്തമ മാസം എന്നറിയപ്പെടുന്നത്. ഇതൊരു മാസമല്ല, ഈ ജീവിതകാലം, ഈ കാലഘട്ടം സർവർക്കും പുരുഷോത്തമനാകാനാണ്. ഓം ശാന്തി.